ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോ ചേച്ചി വണ്ടി എടുക്കാൻ പോകുന്നത്? അതിനു മുമ്പ് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചി വണ്ടി ഓടിക്കാൻ പോകുമായിരുന്നോ? അതിന് മുമ്പ് പോയിട്ടുണ്ട് പ്രാവശ്യം. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ യൂട്യൂബിൽ നിന്നുള്ള ഒരു ഇതില്ലായിരുന്നു ഞങ്ങൾക്ക്. ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ കാണാൻ പോകുന്നു. അപ്പോൾ കാശ്മീർ കാണാൻ പോയപ്പം ചേട്ടായുടെ ഒരുപാട് പേര് ഫ്രണ്ട്സൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. അപ്പം ചേട്ടൻ തന്നെ പറഞ്ഞത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അങ്ങനെ പറഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് വരുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്രയോടുള്ള ഇഷ്ടം കൊണ്ട് അന്നേരം പോകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലേ. ആദ്യം പോയപ്പോൾ ഈ പറഞ്ഞ പോലെ 2022 ഫെബ്രുവരിയിലാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ബാക്കി പറഞ്ഞില്ലായിരുന്നു. അടുക്കള വെച്ച് ഞാനിങ്ങനെ പറഞ്ഞു, വണ്ടി ഓടിക്കാവോ, വലിയ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നോട് പിറ്റേ ദിവസം പറഞ്ഞു, അല്ല അന്നേരം തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ വണ്ടി ഓടിച്ചേക്കാം പറഞ്ഞു. അപ്പോഴേ പിന്നെ ലോഡ് നോക്കിയപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ശ്രീനഗറിനില്ല. അപ്പോൾ ശ്രീനഗറിന് തന്നെ കൊണ്ടുപോകണമെന്ന് എനിക്കും തോന്നി. അപ്പോൾ നേരെ അവിടുന്ന് നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ഒരു ലോഡ് കയറ്റി പൂനെക്ക് പോയി. പൂനെ കൊണ്ട് ലോഡ് ഇറക്കി അവിടുന്ന് നേരെ സവോള കയറ്റി നേരെ ശ്രീനഗറിന്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ അങ്ങനെ പോയി. അപ്പോൾ ഇവിടുന്ന് പോയപ്പോഴേ ചുമ്മാ പറഞ്ഞെടുക്കാനോ ഒന്നും അറിയത്തില്ല, മൈക്ക് പോലും ഇല്ല, ഒന്നും അറിയത്തില്ലോ. ചുമ്മാ അപ്പോൾ പോയപ്പോഴൊക്കെ ചുമ്മാ വീഡിയോ വണ്ടി ഓടിക്കുന്നതൊക്കെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു. ചുമ്മാ ചേട്ടായി എടുത്തു സ്ഥലത്തിൻ്റെ ഞാൻ ഓടിക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ പൂനെയിലൊക്കെ ചെന്നപ്പം ഈ കാശ്മീരിനാണ് പോകുന്നതെന്ന് കണ്ടപ്പോൾ അവിടെയൊക്കെ ഉള്ള നമ്മളെ പരിചയമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ അയച്ചു തരണമെന്ന് പറഞ്ഞു. കാശ്മീരിന് അന്നൊന്നും ഇത്രയും ഒരു ഇതായിട്ടില്ലല്ലോ. ഏത് വർഷം? 2022. അപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പോയപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോകാം, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്തിടാം, എല്ലാവർക്കും കാണാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ എന്നാലും അറിയത്തൊന്നുമില്ല, ചുമ്മാ കുറച്ചൊക്കെ എടുത്തു പോയി ചുമ്മാ ക്ലിപ്പുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പോയി ഓടിക്കുന്നതുമൊക്കെ, പറയുന്നൊന്നുമില്ല. അതിങ്ങനെ വന്നേച്ച് ഇവിടെ വന്നേച്ച് ഇതെങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ വന്ന് എന്നിട്ടൊരു എഡിറ്ററുടെ അടുത്ത് ഇതെല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ മൊത്തം അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്തൊരു പ്രമോ നല്ലപോലെ ഒരു എണ്ണം ചെയ്തു. അത് കുറച്ച് അതല്ലേ 2-3 ട്രക്കുകൾ ഒരുമിച്ച് പോകുന്നത്? അല്ലല്ല, അത് വേറെ, അത് പിന്നത്തെ. അപ്പോൾ ഇത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു വണ്ടിയുള്ളൂ. അപ്പോൾ അതിനകത്ത് അത് കഴിഞ്ഞാൽ ഇത് എന്ത് പറയുമെന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ. എന്നിട്ട് ഒരു 5 മിനിറ്റുള്ള വീഡിയോയ്ക്ക് 2 ദിവസം എടുത്ത വോയിസ് ചെയ്യാൻ. 3 മിനിറ്റും 4 മിനിറ്റും ഒക്കെ കഷ്ടിച്ചേ ഉള്ളൂ ഒരു വീഡിയോ വോയിസ് ചെയ്യാൻ 2 ദിവസം എടുക്കും. 2 ദിവസം വേണം ഞാനിരുന്ന് പറയണേ. അതിപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോകളും ഈ പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റ് വീഡിയോ ഞാൻ എൻ്റെ ഒരാഴ്ചത്തെ പണിയായിരുന്നു. അതാണ് ഇപ്പം കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു തോന്നും, ബോറായിട്ട് തോന്നുന്നു. അതെ. അപ്പോൾ അതിൽ അങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഇട്ട് അത് വലിയൊരു ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ പോയിച്ച് വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പം അന്നേരം ഈ വണ്ടി ഇപ്പോൾ പോകുന്ന വണ്ടിയല്ല, വേറൊരു വണ്ടിയില്ല, അതിന് താൽക്കാലികമായിട്ട് പോയതല്ലേ. അപ്പോൾ വന്നപ്പോൾ ഈ മൂത്ത ആൾക്ക് അവധിയാണ്, എന്നാൽ ചുമ്മാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് ബോംബെക്ക് പോയി. ഞങ്ങൾ 3 പേരോടെ ബോംബെക്ക് പോയി. അപ്പോൾ അന്നേരം ഈ എഡിറ്റ് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, ഇത് ചേട്ടാ എന്നേലും പറഞ്ഞുകൊണ്ടെടുക്കുക, മൈക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവല്ല നമുക്ക് മനസ്സിലാവും. റോഡിൻ്റെ ഒരു മൈക്ക് മേടിച്ചു, ഒരു സിംഗിൾ മൈക്ക് ആ ട്രിപ്പ് മേടിച്ചിട്ട് അന്നേരം പിന്നെ കുറച്ച് പറഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ബോംബെക്ക് പോയി. അപ്പം ആ പെരുമ്പാവൂരിൽ തന്നെ ലോഡ് കയറ്റി പോയി. പിറ്റേ ദിവസം രാവിലെ പയ്യന്നൂർ ചെന്നപ്പം നമ്മുടെ വേറെ 2-3 വണ്ടിയും കൂടെ ഉണ്ട് ബോംബെക്ക് പോകുന്ന വണ്ടികൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവർ 2 പേരല്ലേ, ഇവർ തന്നെ ഒന്ന് ഓടിച്ചുകൊണ്ട് വരട്ടെന്ന് പറഞ്ഞ് ഇവരെ 2 പേരും കൂടി ഈ വണ്ടിയിലാക്കിയിട്ട് ഞാൻ മറ്റേ വണ്ടിയിൽ കയറിപ്പോയി. അപ്പോൾ ഒരു ഗോപ്രോ വെച്ച് മോൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് എടുത്തു, അച്ഛൻ ഞങ്ങളെ തന്നെ ആക്കിയിട്ട് ആ വണ്ടിയിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനൊരു അപ്പോൾ ആ വീഡിയോ വന്നപ്പോഴത്തേനും അതങ്ങ് വൈറലായി, ആ ഒരു ക്ലിപ്പ്. അങ്ങനെ ആ വീഡിയോ വൈറലായാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുകയും പിന്നെ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുകയും ചെയ്തത്. അപ്പോൾ ആ ട്രിപ്പ് പോയിച്ച് വന്നപ്പോൾ ഇച്ചിരൂടെ ഒരു ആത്മവിശ്വാസമായി. എന്നാൽ കുറച്ച് പറഞ്ഞെടുത്തു, പിന്നെ കുറച്ച് വോയിസ് കൊടുത്തു ഒക്കെ അങ്ങനെ ആ ട്രിപ്പിലെ വീഡിയോ ഇട്ട്. അപ്പോൾ ഇതെങ്ങനെ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. ആ ട്രിപ്പ് പോയിച്ച് വന്ന് ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഈ പോർബന്തറിനൊരു ലോഡ്, അത് ഈ വിഴിഞ്ഞത്തുനിന്ന് കപ്പൽ പൊളിച്ച് എൻ്റെ ഇരുമ്പ് കയറ്റിക്കൊണ്ട് പോർബന്തർ പോകണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് നല്ലൊരു ട്രിപ്പാണ്. എനിക്ക് ഈ സ്ഥലങ്ങൾ പോകാൻ താല്പര്യം ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്നാൽ പിന്നെ അത് നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും തന്നെ ആ ട്രിപ്പ് പോയി. അതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ആ ട്രിപ്പ് ഇവിടെയൊക്കെ പോയി വന്നപ്പോൾ ഇച്ചിരൂടെ കുറച്ചുകൂടെ സ്ഥലങ്ങളും ഒക്കെ കുറച്ചുകൂടെ ഐഡിയ ഓരോ ട്രിപ്പായപ്പോൾ അങ്ങനെ വന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒരു 6 മാസം വരെ ഇങ്ങനെ ചുമ്മാ ഒരു ട്രിപ്പ് പോയിട്ട് വരും, കുറച്ച് വീഡിയോ ഇടും, അത് കഴിഞ്ഞ് പിന്നെ ചുമ്മാ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ബേസിക്കലി വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ട്രിപ്പ് പോയി തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ അല്ലേ? അതെ. അപ്പൊ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ആൾക്കാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് യാത്ര ചെയ്യാൻ. അത് ശരിയല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാർ അത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് വീണ്ടും ഒരു പ്രചോദനം അതിന്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ 2-3 എണ്ണം ട്രിപ്പ് കഴിഞ്ഞ് ആ 2-3 ഒരു 6 മാസം വരെ ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് ഇങ്ങനെ പോയിച്ച് ഇങ്ങനെ വരും. പിന്നെ ബാക്കി ഏതെങ്കിലും സ്ഥലത്തോട്ട് നല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ പോകാത്ത സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ പോകും. അങ്ങനെ ഈ 6 മാസം വരെ അങ്ങനെ ആയിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് എന്നുള്ള വലിയൊരു ഇതൊന്നും കൊടുത്തില്ല. ഇങ്ങനെ പോകും, വന്ന് നിൽക്കും സമയം അനുസരിച്ച്. അപ്പോൾ അങ്ങനെ 6 മാസം. ഈ 6 മാസം കഴിഞ്ഞപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ല, നല്ല ആൾക്കാരുടെ സപ്പോർട്ടും ഉണ്ട്, നമ്മൾ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു വണ്ടി. അപ്പോൾ ആ വണ്ടിയിലൊക്കെ കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലപോലെ കിച്ചൺ പണിതിട്ടില്ല, പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന മറ്റേ വണ്ടിയിലെ AC ഉള്ളൂ, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു വണ്ടി അതിന് വേണ്ടിയിട്ട് അത് അങ്ങ് സെറ്റാക്കി. നല്ല ഇതിൽ